ഈ വിവാഹം നടത്തിയത് തന്നെ ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ. ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു, തീരെ താല്പര്യം. ഞങ്ങൾ പിന്നെ നമ്മുടെ ആചാരപ്രകാരം ജ്യോത്സ്യനെ പോയി കണ്ടപ്പോൾ തന്നെ ഈ നാള് ചേരത്തില്ലെന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഒഴിവാക്കാനായിട്ടുള്ള സമയത്ത് ഈ സതീഷിന്റെ അമ്മ വന്ന് ഇവിടെ നിരന്തരം ഇവിടെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് ഒരുപാട് ഇത് ചെയ്തതിന് ശേഷമാണ് നടത്തിച്ചത് ഈ ബന്ധം. എന്നിട്ടൊന്നും അന്ന് ആദ്യകാലം മുതലേ തന്നെ അവന് യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും എൻ്റെ മോക്ക് കൊടുത്തിട്ടില്ല. അവന് അത്ര നീചവും നിന്ദ്യമായ രീതിയിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും അവൻ നടത്തിയിട്ടുള്ളത്. ആ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഒരു പ്രാവശ്യം അതിഭീകരമായ ആക്രമണത്തിന് ഇവിടെ മുളവടിക്കൊക്കെ കാലിനൊക്കെ അടിച്ച് ഇവിടെ ഓടി ശാസ്താംകോട്ട തടാകത്തിൽ ഓടിപ്പോയി ജീവനും കൊണ്ട് രക്ഷപ്പെടാനായിട്ട്. പിന്നെ അവിടെ കൂട്ടുകാരെല്ലാം കൂടി പിടിച്ചോണ്ട് വന്നേ അന്ന്. അത്ര ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത്. അവനതുണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവര് പിന്നെ 3 ആമ്പിള്ളർ, അവനൊരു പെങ്ങളില്ല, 3 ആണുങ്ങൾ അവര്. അവനങ്ങനെ ഒരു ഫീലിംഗ് തോന്നാനോ അങ്ങനെ ഒരു ഇന്റിമസി തോന്നാനോ ഉള്ള ഒരു സാഹചര്യം അവന്റെ വീട്ടിലേ ഇല്ല. അപ്പൊ ഇത് നേരത്തെ ഇവർ ഇഷ്ടത്തിലായിരുന്നോ, സ്നേഹവിവാഹമായിരുന്നോ ഈ സതീഷിന്റെയും അതുല്യയുടെയും? നേരത്തെ പരിചയമുള്ളവരാണോ? 7 വയസ്സിൽ നിശ്ചയം നടത്തി. അല്ല, പരിചയമുള്ളവരല്ല. എൻ്റെ കുടുംബ വീട്ടിന്റെ അടുത്ത അവരുടെ കുടുംബ വീട്. അങ്ങനെ ഞങ്ങളുടെ പനക്കറ്റോടി അമ്പലത്തിൽ താലിപ്പുലിക്ക് ഞങ്ങൾ വിളക്കെടുക്കാൻ എൻ്റെ ഇളയ മോളുമായിട്ട് വിളക്കെടുക്കാൻ പോയപ്പോൾ എവളും ഉണ്ടായിരുന്നു. അങ്ങനെ +2 അന്ന് പരീക്ഷ എഴുതി റിസൾട്ടൊന്നും വന്നില്ല. അന്ന് ഈ കൊച്ചിനെ അവൻ അവിടെ വെച്ച് കണ്ട. അവനന്ന് ഗൾഫിൽ നിന്ന് വന്നേ എൻ്റെ തലേന്ന് എൻ്റെ വല്യമ്മച്ചിയും വല്യമ്മച്ചിയുടെ മക്കളുമായിട്ട് വിളക്കെടുക്കാൻ വന്ന്. അപ്പോൾ ഈ കുഞ്ഞിനെ അന്നൊരു ചുമന്ന ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് ഇത് പോയത്. അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് എടുത്തറിയാം. അന്നേരം ഈ കൊച്ചിനെ കണ്ടപ്പോൾ അവൻ്റെ വല്യമ്മച്ചിയുടെ കൂടി പറഞ്ഞ്, വല്യമ്മച്ചി ആ കൊച്ചിനെ കണ്ടോ, നമ്മുടെ ആദ്യമായിരിക്കുമോ? അന്നേരം അവരുടെ വല്യമ്മച്ചി തള്ള കണ്ടിട്ട് പറഞ്ഞു, അയ്യോടാ നമ്മുടെ കുട്ടൻ കൊച്ചാട്ടൻ്റെ മോളാന്ന് പറഞ്ഞു. ഇവർ വല്യമ്മച്ചി തള്ള ഓടി എൻ്റെ അടുത്തോട്ടും വന്നു. അങ്ങനെ നമ്മളറിയുന്നില്ല. അന്ന് നമുക്ക് 17 വയസ്സേ ഉള്ളൂ. റിസൾട്ട് പോലും +2 വന്നില്ല. ഇവർ പിറ്റേന്ന് ഞങ്ങൾ ഇനി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന് ആലോചിച്ച്, എൻ്റെ അമ്മയുടെ ആങ്ങളമാരും ഒക്കെ താമസിക്കുന്നത്. അമ്മ അന്നേരം പറഞ്ഞു അവൾക്ക് 17 വയസ്സേ ഉള്ളൂ. അവരുടെ അമ്മുമ്മയെ പറഞ്ഞു വിട്ടു. പറഞ്ഞാൽ അവൾക്ക് 17 വയസ്സേ ഉള്ളൂ, ഇപ്പോൾ അയക്കത്തില്ല, +2 എഴുതിയിട്ടിരിക്കുകയെന്ന്. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ പോയിട്ട് അവൻ വീണ്ടും അവൻ്റെ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ച് ആ കൊച്ചിനെ ഒന്ന് വന്ന് കണ്ടോട്ടെ, അവൻ അത്രയ്ക്ക് ആ കൊച്ചിനോട് ഇഷ്ടം തോന്നിയെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അച്ഛനോട് ഗൾഫിൽ നിന്നപ്പം വിളിച്ച് ഞാൻ പറഞ്ഞപ്പം പറഞ്ഞ് അങ്ങനെ പെണ്ണ് കാണാനൊന്നും വരുത്തണ്ട, അവൾക്ക് 17 വയസ്സല്ലേ ഉള്ളെന്ന്. അന്നേരം അവർ വീണ്ടും തള്ളയും തന്തയും ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ അതിനെ ഒന്ന് പെൺകൊച്ചിനെ ഒന്ന് കണ്ടോട്ടെന്ന്. കാണുന്നതിന് കുഴപ്പമില്ലല്ലോ, ഒന്ന് കണ്ടോട്ട് പോയിക്കോട്ടെന്ന്. അങ്ങനെ പിന്നെ അവിടെ അച്ഛനോട് പറഞ്ഞപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് കണ്ടിട്ട് പോട്ടെ, അല്ലാതെ ഉറപ്പൊന്നും പറയണ്ടെന്ന്. അന്നേരവും നമ്മൾ ഗൾഫുകാരോട് അയക്കത്തില്ലെന്നും പറഞ്ഞിരുന്നു. ഏതൊരു സർക്കാർ ജോലിക്കാരോട് അയക്കണമെന്നുള്ളതാണ്. അങ്ങനെ പെണ്ണിനെ കണ്ടപ്പം ചെറുക്കനും അന്നേരം കാഴ്ചയെ കുഴപ്പമില്ല, അവനും എഞ്ചിനീയറാ, BSc കഴിഞ്ഞതാ. അപ്പോൾ അയാളുടെ ബയോഡേറ്റയൊക്കെ നമ്മളെ കാണിച്ച്. അങ്ങനെ നാളെ നോക്കിയപ്പോഴും നമ്മൾ നാളെ ഏരത്തില്ല എന്ന് പറയുകയും ചെയ്ത് വിട്ടതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അതേന്നും പറഞ്ഞ് വീണ്ടും വന്ന് അതിന് 19 വയസ്സാകുമ്പം കല്യാണം നടത്തിയാൽ മതി, ഒരു നിശ്ചയം നടത്തി വെക്കെന്നും പറഞ്ഞ കല്യാണം നടത്തിയത്. 19 വയസ്സായതിനൊക്കെയാണ് കല്യാണം നടത്തിയത്. 2 വർഷം നിശ്ചയം നടത്തി അയാളങ്ങ് വെളിയിൽ പോവുകയും ചെയ്ത്. എൻ്റെ കുഞ്ഞിന് 17 വയസ്സിൽ നിശ്ചയം നടത്തിയ അന്ന് തൊട്ടേ എൻ്റെ കുഞ്ഞിന് മാനസിക പീഡനം. അവൾ ഡിഗ്രിക്ക് ശാസ്താംകോട്ട കോളേജിൽ പഠിക്കാൻ പോയ അന്ന് തൊട്ടേ എൻ്റെ കുഞ്ഞിനെ ആരോടും നോക്കിക്കൂടാ, കൂട്ടുകാരോടും മിണ്ടിക്കൂടാ, കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടന്നുകൂടാ, ആ റോഡിൽ കൂടെ നടന്നുകൂടാ, കൂട്ടുകാർ പെൺപിള്ളാരുമായിട്ട്. അന്നേരമൊക്കെ അതിനെ ഫോണിൽ വിളിച്ചങ്ങ് വഴക്ക് പറച്ചിലാണ്. പലവട്ടവും അവളങ്ങനെ പിണങ്ങി, വേണ്ട നമുക്ക് ഈ ബന്ധം വേണ്ടാമേ എന്നും പറഞ്ഞപ്പോഴൊക്കെ അവൻ പിന്നെ അവൻ്റെ അമ്മയും വിളിച്ചുകൊണ്ട് വരും. ഒരു കാരണവശാലും അവർ ഇതിനകത്തുനിന്ന് പിന്മാറത്തില്ലെന്നും പറഞ്ഞു. ഒരു തരത്തിൽ അവൻ ഉടുമ്പിന്റെ കണക്കാ. അവനൊരിക്കലും ഇതിനകത്തുനിന്ന് പിന്മാറത്തില്ല. കല്യാണം കഴിഞ്ഞ സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിച്ച്
എന്നിട്ടും നാളെ അതിനെ ശാരീരികവും മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അടി കൊണ്ട് അതിന് ഇത്രയും നാളായിട്ട് അതിനൊരു സ്വസ്ഥത ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. 2 ദിവസം സ്നേഹമാണേ 3-ാമത്തെ ദിവസം വീണ്ടും അടി കണ്ടും സാധാരണ ഉപദ്രവമല്ല എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത്. അവനെ അടിക്കുന്നതെല്ലാം തലയ്ക്കും നാവിക്കും ചവിട്ടക്കും. അവനാണ് നല്ല നീളവും ഒക്കെ ഉള്ളവനാ. അവൻ്റെ ഒരടി കൊള്ളാനുള്ള ആരോഗ്യം അതിനില്ല. ഒരു പെൺകുഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവൾ ഇത്രയും സഹിച്ച് ക്ഷമിച്ച് ഇത്രയും നാൾ വരെ നിന്നത്. അമ്മ, ഇപ്പൊ നേരത്തെ അച്ഛൻ പറഞ്ഞു ഈ കല്യാണം പോലെ ഒരു ഭീഷണിയുടെ പുറത്താണ് സംഭവിച്ചതെന്നൊക്കെ. ഇതിപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തല പൊട്ടുകയാണ്. കാരണം ഇത് അസാധാരണമായ കുറേ സംഭവങ്ങളുണ്ട്. ഈ പേരിൽ സതീഷിന്റെ വീട്ടുകാർ വരുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കല്യാണം നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ താല്പര്യമില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ കല്യാണം നടക്കുക എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടതല്ല എങ്കിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെ സംഭവങ്ങൾ നടന്നു. ഒരുപാട് ദുരിതങ്ങൾ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടല്ലോ ഈ കാലം കൊണ്ട്. നമ്മുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ കല്യാണം നിശ്ചയം കഴിഞ്ഞതിന്റെ പിറ്റേന്നോട്ട് ഇതിനെ ഫോൺ വിളിച്ച് അതിനെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യും. അങ്ങനെ കുഞ്ഞിന്റെ മനസ്സ് മാറ്റിയത്. നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പം പിന്നെയും സോറി പറഞ്ഞു വരും, തള്ളയും മോനും കൂടെ. അവൻ ഒരിക്കലും നോർമൽ അല്ല. അവൻ എപ്പോഴും ഒരു നോർമൽ പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ മദ്യപിച്ചു കഴിഞ്ഞാൽ അവന് കംപ്ലീറ്റ് അബ്നോർമലാണ്. പിന്നെ അവൻ പറയുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൽ നിന്ന് ഒരു പിന്മാറാൻ അവളെ ഈ ബന്ധം വേർപെടുത്താനൊക്കെ നമ്മൾ ഒരുപാട് ശ്രമിച്ചതാണ്. അന്നേരം ഇവൻ അവൻ്റെ തരികിട ഇറക്കി അവൻ വന്ന് കാലും കൈയും പിടിക്കും. അവളുടെ കരഞ്ഞ് കാല് പിടിച്ച് വീണ്ടും വരും. ഏതൊരു പെൺകുട്ടിയും അവൻ്റെ അന്നേരത്തെ അപേക്ഷയും ആ കാലുപിടുത്തവും കാണുമ്പം ഏതൊരു പെൺകുട്ടിയും വീണ്ടും തിരിച്ചു പോകും. അത്തരം വളരെ ഡ്രാമയായിട്ട് അവനത് ചെയ്ത് വിളിച്ച് അവളെ കൊണ്ടുപോകും. 1 വർഷത്തിന് മുമ്പ് ഞാൻ ദുബായിലുള്ള സമയത്ത് തന്നെ ഇതുകൊണ്ടൊക്കെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ അവളെ വേർപെടുത്തി എൻ്റെ ഇളയ മോളുടെ റൂമിൽ കൊണ്ടുവന്ന് നീ പോകണ്ടെന്നൊക്കെ പറഞ്ഞ 2-3 ദിവസം കൊണ്ട് വീണ്ടും അവന് നമ്മുടെ കാലും കൈയും പിടിച്ച് കരഞ്ഞ് വിളിച്ചോണ്ട് പോയി. പിന്നെ ഞാൻ മോളെടുത്ത് പറഞ്ഞിരുന്നെന്ന്, മോളെ ഇനി ഇത് മക്കളെ എൻ്റെ കുഞ്ഞിനെ വളർത്തണം, നിനക്ക് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്നു. നമുക്ക് അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് ജീവിച്ചാൽ പോരെ, എങ്ങനെയായാലും വിട്ടേക്കാൻ പറഞ്ഞതാ. എന്നിട്ട് പോലും പിന്നെ അവൻ 2-3 ദിവസം മുമ്പും പുറമെ നിറന്ന് അവളെ വീണ്ടും റെയിൻവാഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയത്. ഇല്ലേ അങ്ങ് അന്ന് പോയില്ലേ ഇന്നിപ്പോൾ എൻ്റെ മോള് ജീവനത്തെ കണ്ടേനെ. ഇതിപ്പോൾ ഇന്നിപ്പോൾ പുതിയ ജോലിക്ക് കയറേണ്ട സമയത്ത് ജോലിക്ക് പോകുന്നതിലൊക്കെയുള്ള എതിർപ്പ് അതൊക്കെ സതീഷിനുണ്ട്. അങ്ങനെ കൊടിയ രീതിയിൽ ഉപദ്രവിച്ചു കഴിഞ്ഞ രാത്രിയിൽ എന്നാണോ നിങ്ങളൊക്കെ സംശയം? അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല, കാരണം ഇന്നലെ രാത്രി കൂടി സഹോദരിയുടെ വീട്ടിൽ പോയതാണ് എന്ന് പറയുന്നു അല്ലേ? ഇന്നലെ രാത്രി എൻ്റെ ഇളയ മോടെ ഇന്നലെ അവൻ 2:30 എങ്ങാണ്ട കയറി തിരിച്ച് ചെന്ന് ഡാൻസ് ബാറിൽ എങ്ങാണ്ട് പോയെന്നോ, ആരാണ്ട് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങാണ്ട് ക്രെഡിറ്റ് കാർഡ് മേടിച്ച് 28,000 രൂപ ചെലവാക്കി എന്നൊക്കെ ഇന്ന് എൻ്റെ ഇളയ മോള് ഫോൺ വിളിച്ചിട്ട് പറയുന്നിട്ട് കൂട്ടുകാരൻ കണ്ട് വിളിച്ച് പറഞ്ഞെന്ന്. ശരി, എന്തായാലും അതുല്യയുടെ മാതാപിതാക്കൾ സംസാരിക്കുകയായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾക്ക് അത് എന്താണ് അതിന് പറയുക, അതിന് വാക്കുകളില്ല. കാരണം അതുല്യ എന്ന ആ കുട്ടി ഇത്രയും നാൾ അനുഭവിച്ച വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കൊടിയ പീഡനം, ഈ കല്യാണം നിശ്ചയിച്ച അന്നു മുതൽ മാനസിക പീഡനം, പിന്നീട് 19-ാം വയസ്സിൽ കല്യാണം, അതിന് പിന്നാലെ ഒരുപാട് പീഡനങ്ങൾ നേരിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഏറ്റവും ഒടുവിൽ ജീവൻ നഷ്ടമാവുന്ന രീതിയിലേക്ക് എത്തിയത്. അമ്മ, ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഇതിലൊരു കേസിന് പോകുന്ന കാര്യം ഉറപ്പാണ്. അത് നേരത്തെ സുഹൃത്തുക്കളും മറ്റു ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനോട് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? എൻ്റെ മോൾക്ക് നീതി കിട്ടണം. എൻ്റെ മോളെ അവൻ കൊന്നതാ. ഒരിക്കലും എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യത്തില്ല. ഈ കേസ് തെളിയിക്കണം. എന്ത് പറഞ്ഞാലും അവന് ശിക്ഷ കൊടുക്കണം. അച്ഛൻ്റെ പ്രതികരണം കൂടി. ഇനി ഒരു പെണ്ണിനും ഇങ്ങനെയുള്ള ഒരു ഗതി ഉണ്ടാവരുത്. എൻ്റെ കുഞ്ഞ് ഒരുപാട് സഹിച്ച് ഒരുപാട് ക്ഷമിച്ച് എൻ്റെ മകൾക്ക് അവിടെ കുട്ടിക്ക് വേണ്ടി ലോകത്തൊരു
പെൺകുട്ടിയും സഹിക്കാൻ പറ്റാത്തതൊക്കെ അവൾ സഹിച്ചത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഇവർ തങ്ങളുള്ള ഇഷ്യൂ ഞാൻ ഫോണിൽ കൂടി നേരിട്ടും ലൈവും എല്ലാം കണ്ടിട്ടുണ്ട്. എൻ്റെ മകൾക്ക് അവിടെ ആത്മാവിനെങ്കിലും ഒരു ശാന്തി കിട്ടാനാണ്. ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് ഇങ്ങനെയുള്ള ഗതി ഉണ്ടാവരുത്. എൻ്റെ മകൾക്കുണ്ടായതുപോലെ അവൾക്ക് നീതി കിട്ടണമെന്നോ അവനെ ശിക്ഷിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. എനിക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച്. ശരി, നിങ്ങളുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ മകൾക്ക് നീതി കിട്ടണം, ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണെന്ന് പറയുന്നു. അതിൽ കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ അതുല്യയുടെ മാതാപിതാക്കൾ തത്സമയം 24 വന്ന് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് കഴിഞ്ഞ രാത്രിയിൽ യഥാർത്ഥത്തിൽ അവിടെ ഷാർജയിൽ അവരുടെ വീട്ടിൽ സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനി മറന്നേക്ക് പുറത്തു വരണം. അതിന് പിന്നാലെ അധികൃതർ ഉണ്ടാകും എന്നാണ് നമ്മളും കരുതുന്നത്. എന്തായാലും കൊടിയ പീഡനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതുല്യ എന്ന പെൺകുട്ടി അനുഭവിച്ചത്. മകളെ ഓർത്ത് മാത്രമാണ് ഈ വിവാഹബന്ധം വേർപെടുത്താതെ നിന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. പക്ഷേ കൃത്യമായ ചില സൂചനകൾ അത് സുഹൃത്തുക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ നൽകിയിരുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ, നീതി ഉണ്ടാകട്ടെ, നീതി പുലരട്ടെ.